മഴക്കാലമായതോടെ ഇടുക്കി പീരുമേട് തേയിലത്തോട്ടം തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമായി. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ് പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ അവസ്ഥ. കഴിഞ്ഞ ദിവസം പീരുമേട് ടീ കമ്പനിയിലെ 2 ലയങ്ങളുടെ മേൽക്കൂര തകർന്നു വീണു. പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വർഷങ്ങളായി. LDF സർക്കാരിന്റെ 2 ബജറ്റുകളിൽ ലയങ്ങളുടെ നവീകരണത്തിന് 20 കോടി രൂപ അനുവദിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്കായി 33 ലക്ഷം രൂപയും അനുവദിച്ചു. ഇതിനായി എസ്റ്റിമേറ്റ് എടുത്തിട്ട് 2 വർഷമായി. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മഴക്കാലമായതോടെ ഭീതിയിലാണ് തൊഴിലാളികൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പീരുമേട് ടീ കമ്പനിയുടെ ലോണ്ടറി ഡിവിഷനിൽ 2 ലയങ്ങളുടെ മേൽക്കൂരകൾ തകർന്നു വീണു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ലയങ്ങളുടെ അവസ്ഥ താമസക്കാരെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് അതെ. ഇപ്പം ഇന്നലെയും 2 വീട് ഇടിഞ്ഞു വീണു. മഴക്കാലം ശക്തമാകുന്നതോടെ ഈ കെട്ടിടങ്ങൾ നല്ലോണം ഇടിഞ്ഞു പോകും. ഇടിഞ്ഞു പോയി ജീവഹാനി തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആരും അത്ര ശ്രദ്ധിക്കുന്നില്ല. തൊഴിലാളിയുടെ കാര്യങ്ങൾ വരുമ്പോഴത്തേന് നേരത്തെ ഇലക്ഷൻ വരുമ്പോൾ ഉള്ള അന്വേഷണം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. 2000-ൽ തോട്ടം പൂട്ടിയതോടെ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ വീതിച്ചു നൽകിയ പ്ലോട്ടിലെ തേയിലക്കുളത്തുനുള്ളിയാണ് തൊഴിലാളികൾ ഉപജീവനം നടത്തുന്നത്. മാറി താമസിക്കാനോ ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇവർക്ക് മാർഗമില്ല. ഇത്തവണത്തെ ബജറ്റിൽ തോട്ടം മേഖലയെക്കുറിച്ച് ഒരു പരാമർശം പോലും ഇല്ലാത്തതിന്റെ നിരാശയിലുമാണ് തൊഴിലാളികൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.